സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ശുക്രതും റബ്ബിൽ ചൊരിഞ്ഞ് പ്രിയതമക്കരികോരിരുന്ന് ചൊന്നുവയ്യെന്ന് പൊന്നു മസ്ഊദ് ഉസ്താദോരും എന്നും ദുഃഖമിലാക്കി നമ്മെ ചെന്നു റബ്ബവൻ തന്റെ റഹ്മ തേരി മറഞ്ഞു കഥയറിഞ്ഞും നായ് നടുങ്ങി കരളലിഞ്ഞവർ തേങ്ങി വിങ്ങി കൽബ് പൊട്ടിയവർ കരഞ്ഞ് നീരി പൂകഞ്ഞ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ശുക്രതും റബ്ബിൽ ചൊരിഞ്ഞ് പ്രിയതമക്കരികോരിരുന്ന് ചൊന്നുവയ്യെന്ന് റമളാനല്ലേ വരുന്നത്, പൊരുത്തപ്പെട്ട് കൊടുക്കുക. മിണ്ടാത്ത ആളുകളോട് മിണ്ടുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക, പണക്കം മാറ്റുക. കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ പണക്കണ്ടായി പോയതാണ്, ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ കൊണ്ട് വന്നതാണ്. നമ്മൾ കുറ്റമുക്തരായ മാസൂമീങ്ങളല്ലല്ലോ. വൈകല്യങ്ങൾ സംഭവിക്കുന്ന സാധാരണ ആളുകളല്ലേ നമ്മളെല്ലാവരും. ഞാൻ എന്നെ പോലത്തെ ആളുകളെ പറ്റിയാ പറയുന്നത്. കുറ്റങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അങ്ങോട്ടും സംഭവിച്ചേക്കാം. അതിന്റെ വിശുദ്ധി അത് പൊരുത്തപ്പെട്ട് കൊടുക്കലാണ്, മാപ്പ് കൊടുക്കലാണ്. സാരമില്ല, അല്ലാഹ് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരട്ടെ എന്ന് പറയലാണ്. ആ കറ മനസ്സിൽ നിന്നങ്ങ് നീക്കലാണ്. ഖുദിൽ അഫ്വാ, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. വഅ്മുർ ബിൽ ഉർഫി, ആരോടും നന്മ കൊണ്ട് കൽപ്പിക്കുക. എന്ത് വിഷയങ്ങൾ ആളുകളോട് പറയുന്നുണ്ടോ, ഏത് മെസ്സേജ് അയക്കുന്നുണ്ടോ, ഏത് മെസ്സേജ് എഴുതി വിടുന്നുണ്ടോ, വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടോ, നന്മ മാത്രം കൽപ്പിക്കുക. തിന്മ കൊണ്ട് ഒരാളെയും പ്രേരിപ്പിക്കരുത്. എല്ലാവരും കൊണ്ടുപോകുന്ന മുത്താലിമീങ്ങളെക്കാൾ അധികം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ചില വീട്ടിലേക്കൊക്കെ 4 മുത്താലിമീങ്ങളാണ് രാത്രി ഭക്ഷണം, ചില വീട്ടിലേക്ക് 2, ചില വീടുകളിലേക്ക് 3. മാഷാ അല്ലാഹ്, ദർസല്ലാഹു നിലനിർത്തി തരട്ടെ. ദർസൊക്കെ നല്ലോണം വലുതാക്കണം. എല്ലാവരും മുത്താലിമീക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കണം, നല്ലതാ. അതൊക്കെ തന്നെ ദീന്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഖിദ്മത്ത്? നമ്മുടെ ഭക്ഷണം കൊടുക്കണം. ഞാനൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് കാന്തപുരത്തുനിന്ന് ചെറിയ പിസ്താദിന്റെ കീഴിൽ അള്ളാഹു കൊടുത്തേക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. എനിക്ക് ഭക്ഷണം തന്നിരുന്ന ആയിഷ ഹജ്ജുമ്മ ബഹുമാനപ്പെട്ട സുൽത്താനുലുമയുടെ പെങ്ങളാണ്. ഉമ്മയും വഫാത്തായി പോയി, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. 50 കൊല്ലം മുത്താലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മയാണ്. ചെറിയ ഗ്രേഡൊന്നും അല്ലാതെ ആഗ്രഹല്ലേ, നമ്മളും കൊടുക്കണം. അതിനാണ് അള്ളാഹു ഈ കാശ് എന്ന് പറഞ്ഞ സാധനം തന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഞാനങ്ങനെ എന്റെ അടുത്ത് അത്ര ഉണ്ട്, ഞാൻ ഇത്ര ഉഷാറിലാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത്